എക്സലിലെ VLOOKUP ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്ത ടേബിളുകളിലേക്ക് ലുക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതായത് ആദ്യത്തെ ടേബിളിൽ നിന്ന് VLOOKUP ഫോമിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വാല്യൂ കാണാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ടേബിളിലേക്ക് ലുക്കപ്പ് ചെയ്ത ശേഷം റിസൾട്ട് റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ VLOOKUP ഫോമുല എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഈ വർക്ക്ഷീറ്റിലെ ഡേറ്റ നോക്കുക. പല ചോക്ലേറ്റ് ബ്രാൻഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയുടെ ഒരാഴ്ചത്തെ സെയിൽസ് റിപ്പോർട്ടാണ് കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ സെയിൽസ് റെപ്പിൻ്റെ പേര്, രണ്ടാമത്തെ കോളത്തിൽ പ്രോഡക്റ്റ് ഐ ഡി. ശ്രദ്ധിക്കുക, പ്രോഡക്റ്റിൻ്റെ പേരല്ല, പ്രോഡക്റ്റ് ഐ ഡി ആണ് ഈ കോളത്തിലുള്ളത്. മൂന്നാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതായത് ഓരോ പ്രോഡക്റ്റും എത്ര ബോക്സ് വീതം സെല്ല് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്കിവിടെ കണ്ടെത്തേണ്ടത് ഇതാണ്: ഓരോ സെയിൽസ് റെപ്പും എത്ര രൂപയുടെ സെയിൽ നടത്തി, അതുപോലെ തന്നെ ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നു. ഓരോ സെയിൽസ് റെപ്പിൻ്റെയും സെയിൽസ് എമൗണ്ട് കണ്ടെത്തണമെങ്കിൽ ആ സെയിൽസ് റെപ്പ് സെല്ല് ചെയ്ത പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഉള്ളത് മറ്റ് രണ്ട് ടേബിളുകളിലാണ്. ഈ വർക്ക്ഷീറ്റിൻ്റെ വലതുവശത്തുള്ള ഈ രണ്ട് ടേബിൾസ് നോക്കുക. ആദ്യത്തെ ടേബിളിന് 4 കോളംസ് ആണുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ പ്രോഡക്റ്റ് ഐ ഡി, രണ്ടാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ പേര്, നാലാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. ഇനി രണ്ടാമത്തെ ടേബിൾ നോക്കാം. ഈ ടേബിളിന് 3 കോളംസ് ആണുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ പ്രോഡക്റ്റ് ഐ ഡി, രണ്ടാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. ഇനി തിരിച്ച് സെയിൽസ് റിപ്പോർട്ടിലേക്ക് വരാം. ഇവിടെയുള്ള ആദ്യത്തെ പ്രോഡക്റ്റ് ഐ ഡി നോക്കുക, CDB002. ഈ പ്രോഡക്റ്റ് ഐ ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉള്ളത് ആദ്യത്തെ ടേബിളിലാണ്. CDB002, പ്രോഡക്റ്റിൻ്റെ പേര് നോക്കുക, കമ്പനിയുടെ പേര്, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ഐ ഡി MDZ001 നോക്കുക, പ്രോഡക്റ്റിൻ്റെ പേര്, കമ്പനിയുടെ പേര്, പ്രോഡക്റ്റിൻ്റെ വില. ഇനി മൂന്നാമത്തെ പ്രോഡക്റ്റ് ഐ ഡി നോക്കുക, MAS003. ഈ പ്രോഡക്റ്റ് ഐ ഡി ഉള്ളത് രണ്ടാമത്തെ ടേബിളിലാണ്. നോക്കുക, പ്രോഡക്റ്റ് ഐ ഡി, പ്രോഡക്റ്റിൻ്റെ പേര്, പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. സോ ഈ കാണുന്ന പ്രോഡക്റ്റ് ഐ ഡികൾ ഉപയോഗിച്ചിട്ട് വേണം ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് അഥവാ വില ആ പ്രോഡക്റ്റ് ഐ ഡികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളിൽ നിന്ന് ഈ സെയിൽസ് റിപ്പോർട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഉദാഹരണത്തിന് CDB002 എന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആദ്യത്തെ ടേബിളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഇവിടെ ഞാൻ VLOOKUP ഫോമുല ഉപയോഗിക്കുന്നു. ഈക്വൽ VLOOKUP, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. VLOOKUP ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ, പ്രോഡക്റ്റ് ഐ ഡി ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ. ഈ പ്രോഡക്റ്റ് ഐ ഡിയെ സെർച്ച് ചെയ്യേണ്ടത് ഈ കാണുന്ന ടേബിളിലാണ്. ഈ ടേബിൾ സെലക്ട് ചെയ്യുക. ഈ സെൽ റെഫറൻസുകളെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടത് കാണാം. കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ. നമുക്കിവിടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ആണ് വേണ്ടത്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഉള്ളത് ഈ ടേബിളിലെ നാലാമത്തെ കോളത്തിലാണ്. സോ കോളം ഇൻഡെക്സ് നമ്പർ 4 ആണ്. കോമ നാലാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച് ലുക്കപ്പ്, എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, CDB002 എന്ന പ്രോഡക്റ്റ് ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ വില ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. MDZ001 30. വീണ്ടും ഫോമുല താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ ചില സെല്ലുകളിൽ VLOOKUP ഫോമുല നോട്ട് അവൈലബിൾ എററാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിന് കാരണം ഇതാണ്. MAS003 എന്ന പ്രോഡക്റ്റ് ഐ ഡി നോക്കുക. ഈ പ്രോഡക്റ്റ് ഐ ഡി ഉള്ളത് ഇവിടെയുള്ള രണ്ടാമത്തെ ടേബിളിലാണ്. പക്ഷേ നമ്മൾ എഴുതിയ VLOOKUP ഫോമുല ലുക്കപ്പ് ചെയ്യുന്നത് ഈ കാണുന്ന ആദ്യത്തെ ടേബിളിലേക്കാണ്. അതായത് ഒരൊറ്റ VLOOKUP ഫോമുല ഉപയോഗിച്ചിട്ട് നമ്മളുടെ ആവശ്യം നടക്കില്ല. രണ്ട് ടേബിളുകളിലേക്ക് ലുക്കപ്പ് ചെയ്യണമെങ്കിൽ 2 VLOOKUP ഫോമുല വേണം. ഇനി ആ രീതിയിൽ VLOOKUP ഫോമുലെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സെല്ലുകളിൽ നമ്മൾ എഴുതിയ ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ഇഫ് എറർ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് എറർ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇഫ് എറർ ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് വാല്യൂ, 2 വാല്യൂ ഇഫ് എറർ. ഇഫ് എറർ ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റായ വാല്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ഫോമുല എഴുതുന്നു. ആ ഫോമുലയുടെ റിസൾട്ട് എറർ ആണെങ്കിൽ രണ്ടാമത്തെ ആർഗ്യുമെൻ്റായ വാല്യൂ ഇഫ് എററിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്ത വാല്യൂ ആകും ഇഫ് എറർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അതേസമയം ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് നമ്മൾ എഴുതിയ ഫോമുല ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ, അതായത് എറർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതേ വാല്യൂ തന്നെയാകും ഇഫ് എറർ ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു തരിക. ഇഫ് എറർ ഫംഗ്ഷൻ്റെ ഈ പ്രത്യേകതയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത്
if error ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റായ വാല്യൂവിൻ്റെ സ്ഥാനത്തും രണ്ടാമത്തെ ആർഗ്യുമെൻ്റായ വാല്യൂ if errorൻ്റെ സ്ഥാനത്തും രണ്ട് VLOOKUP ഫോമുലകൾ എഴുതുന്നു. ഒന്നാമത്തെ ടേബിളിലേക്ക് ലുക്കപ്പ് ചെയ്യാനുള്ള VLOOKUP ഫോമുല VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ, പ്രോഡക്റ്റ് ഐ ഡി ആണ് ലുക്കപ്പ് വാല്യൂ, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ, ഒന്നാമത്തെ ടേബിൾ സെലക്ട് ചെയ്യുക, F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു, കോമ, കോളം ഇൻഡെക്സ് നമ്പർ, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഉള്ളത് ഈ ടേബിളിലെ നാലാമത്തെ കോളത്തിലാണ് 4, കോമ, എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒന്നാമത്തെ ടേബിളിലേക്ക് ലുക്കപ്പ് ചെയ്യാനുള്ള VLOOKUP ഫോമുലയായി, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ if error. അതായത് ഈ ഫോമുലയുടെ റിസൾട്ട് എറർ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ടേബിളിലേക്ക് ലുക്കപ്പ് ചെയ്യാനുള്ള VLOOKUP ഫോമുല എഴുതുന്നു. VLOOKUP ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ, പ്രോഡക്റ്റ് ഐ ഡി ആണ് ലുക്കപ്പ് വാല്യൂ, കോമ, ടേബിൾ അറേ, രണ്ടാമത്തെ ടേബിൾ സെലക്ട് ചെയ്യുക, F4, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം ഇൻഡെക്സ് നമ്പർ. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഡക്റ്റ് പ്രൈസ് ഉള്ളത് ഈ ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലാണ്. 3 കോളം ഇൻഡെക്സ് നമ്പർ, കോമ, എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി എൻ്റർ. ഇനി ഫോമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, മാസ് 003 എന്ന പ്രോഡക്റ്റ് ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് 73, CDB 001 45. ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. മാസ് 004 35. ഇനി എമൗണ്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എൻ്റർ. എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ടോട്ടൽ കണ്ടെത്താനായിട്ട് ഓൾട്ട് ഈക്വൽ എൻ്റർ. ഈ സെല്ലിൽ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കൺട്രോൾ B. ഇനി ഈ കാണുന്ന പ്രോഡക്റ്റിൻ്റെ വിലയൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. 35. നോക്കുക, അതിനനുസരിച്ച് സെയിൽസ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇവിടെ ഇപ്പോൾ 2 ടേബിൾസിലേക്ക് മാത്രമാണ് നമ്മൾ ലുക്കപ്പ് ചെയ്തത്. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് 3, 4 അങ്ങനെ എത്ര ടേബിൾസിലേക്ക് വേണമെങ്കിലും ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല എക്സൽ ടേബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കുകയും ചെയ്യാം. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.